മലയാളത്തിൽ റിലീസായ ഒരു ഷോർട്ട് മൂവിയുടെ സ്റ്റോറിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സിനിമയുടെ പേര് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിച്ച ഈ ചിത്രം 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണുമെന്ന് പ്രത്യേകം പറയുന്നു. ചിത്രം ആരംഭിക്കുമ്പോൾ കഥാനായികയെ കാണിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു മകനുള്ള നായിക ഇപ്പോൾ അവളുടെ തന്നെ വീട്ടിൽ ഉത്സവത്തിന്റെ ദിവസങ്ങളിൽ തങ്ങാനായാണ് എത്തിയത്. നായിക രാവിലെ ഉറക്കമുണർന്ന് അവളുടെ കൂട്ടുകാരിയോട് കുറച്ചുനേരം ഫോണിൽ ചാറ്റ് ചെയ്ത ശേഷം ക്ഷേത്രത്തിൽ പോകാനായി അവൾ റെഡിയാകുന്നു. തുടർന്ന് അവൾ കുളി കഴിഞ്ഞ് അമ്മയ്ക്കൊപ്പം ക്ഷേത്രത്തിൽ പോകുന്നതായി സിനിമയിൽ പറയുന്നുണ്ട്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ 2 കഥാപാത്രങ്ങൾ മാത്രമേ ഇതിൽ അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ സാന്നിധ്യം ശബ്ദങ്ങളിലൂടെ മാത്രമാണ് വരുന്നത്. തുടർന്ന് കാണിക്കുന്നത് കഥാനായകനെയാണ്. അവന് പെട്ടെന്ന് ജോലിക്ക് ഒരു ഇന്റർവ്യൂ ശരിയാകുന്നു. എന്നാൽ അവന്റെ ജോലി ആവശ്യത്തിനുള്ള പല ഡോക്യുമെന്റ്സും തന്റെ കൂട്ടുകാരന്റെ ലാപ്ടോപ്പിലായിരുന്നു അബദ്ധവശാൽ സൂക്ഷിച്ചിരുന്നത്. ആയതിനാൽ അത് എടുക്കാനായി അവൻ തന്റെ ചങ്ങാതിക്ക് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. നായകന്റെ കൂട്ടുകാരന്റെ ചേച്ചിയായിരുന്നു നമ്മുടെ കഥാനായിക. അങ്ങനെ അവൻ കൂട്ടുകാരനെ ഫോൺ ചെയ്ത് ലാപ്ടോപ്പിലെ ഫയലുകൾ എത്രയും പെട്ടെന്ന് തനിക്ക് വേണമെന്ന് പറയുന്നു. പക്ഷേ താൻ ഇപ്പോൾ വീട്ടിലില്ല, നീ വീട്ടിലേക്ക് പോയാൽ അവിടെ ഇപ്പോൾ എന്റെ ചേച്ചി ഉണ്ടാകും, അവൾ 2 ദിവസം നിൽക്കാനായി വന്നതാണ്, അവളോട് ചോദിച്ച് എന്താണെന്ന് വെച്ചാൽ പോയി വാങ്ങിക്കോളാൻ കൂട്ടുകാരൻ നായകനോട് പറയുന്നു. എന്നാൽ പോകാൻ മടിയായിട്ടും അവൻ ജോലിക്കാര്യമായതിനാൽ അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. ഈ സമയം കഥാനായിക ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നെത്തിയിരുന്നു. അതിനിടയിൽ എന്തോ അത്യാവശ്യമായതിനാൽ നായികയുടെ അമ്മ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് അവൾക്കൊപ്പം വന്നതുമില്ല. അങ്ങനെ അവൾ വീട്ടിൽ തനിച്ചായിരുന്നു. വീട്ടിലെത്തിയ അവൾ വേഷങ്ങൾ മാറ്റുന്ന തിരക്കിൽ നിൽക്കവെയാണ് കഥാനായകൻ അവിടേക്ക് കടന്നു വരുന്നത്. അവൾ മുന്നിലത്തെ ഡോറും റൂമിലെ ഡോറും തുറന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് നേരെ കയറി വന്ന നായകൻ കാണുന്നത് അവൾ വേഷങ്ങൾ മാറുന്ന കാഴ്ചയായിരുന്നു. അത് കണ്ടുനിന്ന അവന്റെ ഉള്ളിലെ വികാരങ്ങൾ ഉണരുന്നു. പെട്ടെന്ന് ആ ദൃശ്യം അവൻ ഫോണിൽ പകർത്താൻ ഒരുങ്ങുന്നു. അവനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വികാരം അവനെ കൊണ്ട് അത് ചെയ്യിച്ചു. എന്നാൽ ആ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൻ പേടിച്ച് ഹാളിലേക്ക് പോകുന്നു. അത് കേട്ട് പേടിച്ച് ഹീറോയിൻ പെട്ടെന്ന് വേഷങ്ങളൊക്കെ ശരിയാക്കി ആരാ വന്നതെന്ന് പോയി നോക്കി. തന്റെ അനിയന്റെ ചങ്ങാതിയാണെന്ന് കണ്ടപ്പോൾ അവൾക്കും സമാധാനമായി. ആ സമയം അവനെ ഫോൺ വിളിച്ചത് നായികയുടെ അനിയൻ തന്നെ ആയിരുന്നു. ഫോൺ എടുത്ത് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവൻ സംസാരിക്കാൻ തുടങ്ങി. വീട്ടിലെത്തിയെന്നും ചേച്ചിയെ കണ്ടു എന്നും പറഞ്ഞ് അവൻ സംസാരം തുടർന്നു. അവന്റെ നിൽപ്പും കണ്ട് അവൾ ആ സോഫയിൽ വന്നിരുന്നു. തുടർന്ന് കോൾ കഴിഞ്ഞ ശേഷം വന്ന കാര്യത്തെക്കുറിച്ച് അവൻ അവളോട് വിശദമായി പറയുന്നു. അത് കഴിഞ്ഞ് അവർ നല്ല കൂട്ടായി സംസാരിച്ചു തുടങ്ങി. പഴയ കാര്യങ്ങളും പണ്ടത്തെ കുസൃതികളുമൊക്കെ പറഞ്ഞിരുന്ന ശേഷം റൂമിലേക്ക് വന്ന് അവന്റെ ലാപ്ടോപ്പിൽ നിന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞ് അവൾ അവനെ തന്റെ റൂമിലേക്ക് ക്ഷണിച്ചു. ആ സമയങ്ങളിലെല്ലാം നായകന്റെ മനസ്സിൽ അലയടിച്ചു പൊങ്ങുന്ന വികാരം അവളോട് ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ അവൻ അതിനെ അടക്കി നിർത്തി റൂമിലേക്ക് പോയി. റൂമിലെത്തിയ ശേഷവും വന്ന ജോലി നോക്കാതെ അവൻ അവളുടെ സൗന്ദര്യം നോക്കി വെള്ളമിറക്കി ഇരിക്കുന്നത് കണ്ട് അവൾ നീ എന്റെ സീൻ പിടിക്കാനാണോ വന്നതെന്ന് തമാശ രൂപേണെ അവനോട് ചോദിക്കുന്നു. തുടർന്ന് അവൻ വന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുത്ത സമയം അവൾക്ക് ആ റൂമിലെ സ്വിച്ചിൽ നിന്നും പെട്ടെന്ന് ഷോക്കേൽക്കുകയും അവൾ ബോധം കെട്ട് കട്ടിലിലേക്ക് വീഴാനും പോകുന്നു. ആ സമയം അവൻ അവളെ താങ്ങി പിടിച്ചു. തുടർന്ന് അവളെ കട്ടിലിൽ കിടത്തിയ ശേഷം അവൻ കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് തെളിച്ചു. പക്ഷേ അവൾ കണ്ണു തുറന്നില്ല. പെട്ടെന്ന് അവന്റെ മനസ്സിലെ വികാരം ഉണർന്നു വന്നു. ആ നിമിഷത്തിൽ അവൻ അവളെ ചുംബിക്കുന്നു. ശേഷം ചെറിയ കലാപരിപാടികൾ അവൻ ചെയ്യാനും തുടങ്ങി. എന്നാൽ പെട്ടെന്ന് അതിനിടയിൽ അവൾക്ക് ബോധം വീഴുന്നു. കണ്ണു തുറന്ന് ഞെട്ടിയുണർന്ന അവൾ അവന്റെ പ്രവൃത്തി കണ്ട് അവനെ പിടിച്ചു തള്ളുകയും അവനെ അവിടെ നിന്നും ആട്ടിയിറക്കുകയും ചെയ്തു. ശേഷം മുറുക്കി പുറത്തുപോയ അവൻ രണ്ടും കൽപ്പിച്ച് തിരികെ കയറി വരുന്നു. ആ നേരം ബോധമില്ലാതെ കിടന്ന തന്നെ അവൻ ചെയ്തതിൽ കുറച്ചെങ്കിലും അവൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു എന്നതിനാൽ അവളും വികാരം കൊണ്ട് നിൽക്കുകയായിരുന്നു. അതിന്റെ ആഘാതത്തിൽ നായകൻ വീണ്ടും വന്നവളെ ബലമായി പിടിച്ചു നിർത്തി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അവളും ആസ്വദിച്ച് തുടങ്ങുന്നു. ശേഷം രണ്ടുപേരും വികാരത്തിന്റെ നിർവൃതിയിൽ പരിസരം മറന്ന് എല്ലാം ചെയ്യുന്നു. തുടർന്ന് കാര്യം കഴിഞ്ഞ ശേഷം കുറ്റബോധം കൊണ്ട് അവൾ കരയാൻ തുടങ്ങി. ആ നേരം നായകൻ അവളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ തുനിയുന്നു. എന്നാൽ അവൾ അവനെ മുറിയിൽ നിന്നും പിടിച്ച് പുറത്താക്കി വാതിലടച്ചു. ശേഷം തന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒരു നിമിഷം ചതിക്കേണ്ടി വന്നതിൽ മനംനൊന്ത് അവൾ കരയാൻ തുടങ്ങി. അതിന്റെ പേരിൽ ജീവൻ ഒടുക്കാൻ പോലും അവൾ തീരുമാനിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് ഹസ്ബൻഡിന്റെ കോൾ വരുന്നത്. അവൾ ഒരു വിങ്ങലോടെ ആ കോൾ എടുത്ത് സംസാരിച്ചു. ഹസ്ബൻഡിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനം മാറ്റേണ്ടി വരുന്നു. അതോടെ ഉള്ളിലുണ്ടായ കുറ്റബോധം കൊണ്ട് ചെയ്ത പാപം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് മനസ്സിൽ കരുതിയ അവൾ ഒരു നിമിഷം കൊണ്ടുണ്ടായ ചപലമോഹത്തിലെ തെറ്റുകൾ ഒരു കുളി കുളിച്ച് മായ്ച്ചു കളയുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ സീനോടെ ഈ ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.